ഹായ് ഫ്രണ്ട്സ്, കേരള കോപ്പറേറ്റീവ് ബോർഡ് എക്സാമിൻ്റെ കുറച്ച് ടോപ്പിക്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡിസംബറിലെ എക്സാമാണ് നമുക്ക്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ KCS ആക്ട് ആൻഡ് റൂൾസാണ്. എന്താ KCS ആക്ട്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതായത് നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, വർഷം 1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. KCS ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ട് 21 ഓഫ് 1969 ആണ്. ആക്ട് 21 ഓഫ് 1969 ആണ്. KCS ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. അതെന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 15/5/1969. KCS ആക്ട് വന്നത് 15/5/1969. KCS റൂൾസ് വന്നത് 14/7/1969. അതായത് ജൂലൈ 14 KCS റൂൾസ് വന്നത്. മെയ് 15 KCS ആക്ട് നിലവിൽ വന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് KCS ആക്ടിൽ 110 സെക്ഷൻസ് ഉണ്ട്. KCS ആക്ടിൽ 110 സെക്ഷൻസ് ഉണ്ട്. 201 റൂൾസ് ഉണ്ട്. നമ്പർ ഓഫ് റൂൾസ് 201 ആണ്. KCS ആക്ടിൽ 110 സെക്ഷൻസ് ഉണ്ട്. നമ്പർ ഓഫ് റൂൾസ് 201. ദെൻ KCS ആക്ടിൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. KCS റൂൾസിൽ 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ KCS ആക്ട് 1969 ആണ് കേട്ടോ പറയുന്നത് നമ്മൾ. KCS ആക്ടിൽ 16 ചാപ്റ്റർ ഉണ്ട്. KCS റൂളിൽ 15 ചാപ്റ്റർ ഉണ്ട്. ഇവിടെ റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് ഹാസ് ദ പവർ ടു ഫ്രെയിം റൂൾസ്. ഇത് പറയുന്നത് ഏത് സെക്ഷനാണ്? 109. KCS ആക്ട് 109 ഇത് പറയുന്നത്. ഇനി എത്ര ഷെഡ്യൂളുണ്ട് KCS ആക്ടിൽ? 3 ഷെഡ്യൂൾ. KCS ആക്ടിൽ 3 ഷെഡ്യൂൾ. നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻ KCS ആക്ട് 3. ഇതിൽ ഷെഡ്യൂൾ 1 പറയുന്നത് എന്താണ്? ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു വിച്ച് അപ്പോയിൻമെൻറ്റ്സ് ആർ ഡൺ ബൈ PSC അപ്പോയിൻമെൻറ്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റിയുടെ ലിസ്റ്റാണ് എവിടെയുള്ളത്? ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഷെഡ്യൂൾ 3 ടൈം ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിൻ്റെ ടൈം ലിമിറ്റ്? നമ്മൾക്ക് മോണിറ്ററി ട്രാൻസാക്ഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ ഫയൽ ചെയ്യാനുള്ള ടൈം ലിമിറ്റ്. അപ്പോൾ ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഫോർ ഫയലിംഗ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു വേരിയസ് മോണിറ്ററി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് ആ തർക്കങ്ങൾ നമ്മൾക്ക് പരാതിപ്പെടാനുള്ള ടൈം ലിമിറ്റിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 3 പറയുന്നത്. KCS ആക്ടിൽ 3 അപ്പൻഡിക്സ് ആണുള്ളത്. അപ്പൻഡിക്സ് 1 പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ SCU ആൻഡ് CCU. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ഇവർ 2 കൂട്ടരും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പൻഡിക്സ് 1 പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് 3 അപ്പൻഡിക്സ് ആണ്. അതിൽ അപ്പൻഡിക്സ് 1 പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും SCUയും CCUയും മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പൻഡിക്സ് 1 പറയുന്നത്. അപ്പൻഡിക്സ് 2 പറയുന്നത് എന്താ? ഫോംസ്. KCS റൂൾസുമായി ബന്ധപ്പെട്ട ഫോംസിനെ കുറിച്ചാണ് അപ്പൻഡിക്സ് 2 പറയുന്നത്. അപ്പൻഡിക്സ് 3 പറയുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചോ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചോ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൻഡിക്സ് 3 പറയുന്നത്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ രജിസ്ട്രാറുടെ പവർ നമുക്ക് റദ്ദ് ചെയ്യാം. ഒരു പ്രമേയം പാസ്സാക്കിയാൽ മതി. ആസ് പെർ റൂൾ 176 പ്രകാരം KCS റൂൾ 176 പ്രകാരം ഒരു പ്രമേയം പാസ്സാക്കി രജിസ്ട്രാറുടെ പവർ നമുക്ക് എന്ത് ചെയ്യാം? റദ്ദാക്കാൻ സാധിക്കും. ഇനി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് 2 വിങ്സ് ആണുള്ളത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ജനറൽ വിങ്ങും ഒന്ന് ഓഡിറ്റ് വിങ്ങും. അപ്പോൾ ഒന്ന് ഭരണവും പിന്നെ ഒന്ന് ഓഡിറ്റും. അപ്പോൾ 2 വിങ് ആണുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ജനറൽ വിങ്ങും പിന്നെ ഒന്ന് ഓഡിറ്റ് വിങ്ങും. ഇനി ഈ ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് ആരായിരിക്കും? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് ആരായിരിക്കും? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ദാറ്റ് ഈസ് DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഈ DCA കൺട്രോൾ ചെയ്യണത് ആരാ? അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കൺട്രോൾ ചെയ്യണ ആരാണ്? രജിസ്ട്രാറാണ്. RCS, അതായത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ആരെ കൺട്രോൾ ചെയ്യുന്നത്?
ഈ ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ്ങിന്. ആരാണ് ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, അതായത് DCA, ഇവരെ കൺട്രോൾ ചെയ്യുന്നത് RCS ആണ്. ആരാണ് RCS? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്.